നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ ആദ്യം പോകണം. 7 ജില്ലകളിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിലുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജനം വിധി എഴുതി തുടങ്ങി. രാവിലെ മുതൽ തന്നെ നമുക്കറിയാം, പ്രഭാതത്തിൽ രാവിലെ മുതൽ തന്നെ ക്യൂവിൽ നിൽക്കുന്ന നിരവധി ആളുകളെ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി കാണാം. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആകെ 38,994 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. MS അനീഷ് കുമാർ കോഴിക്കോട്ടുണ്ട്, KV ബൈജു കാസർഗോഡുണ്ട്, ജിഷാദ് മലപ്പുറത്തുണ്ട്, രജീഷ് പയ്യന്നൂരിലുണ്ട്, ആസാദ് മുക്കം താമരശ്ശേരിയിലുണ്ട്, പാലക്കാട്ട് CV അനുമോദ് ചേർന്ന്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അവിടെ മലപ്പുറത്ത് പാണക്കാട് ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDF അഭൂതപൂർവമായിട്ടുള്ളൊരു വിജയം തിരിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ രണ്ടാം ഫേസിൽ ഉണ്ടാവും. കഴിഞ്ഞ 9-ാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു. അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലയടിക്കുന്നുണ്ട്. അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക, നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുക UDF ഭരണസമിതികൾക്കാണ് എന്ന് LDFിൻ്റെയും UDFിൻ്റെയും പഞ്ചായത്തുകളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി അത് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFന് നല്ല വിജയ പ്രതീക്ഷയാണ്. ഈ ഭരണവിരുദ്ധ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ UDFന്? തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങളിലും മീഡിയ, സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന അതാണല്ലോ. സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും. അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. പോളിംഗ് ശതമാനം ഉയരുമോ? തീർച്ചയായിട്ടും പോളിംഗ് ശതമാനം നല്ല പോളിംഗ് ശതമാനമായിരുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി. തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. സ്വാഭാവികമായിട്ടും അനുകൂലമായിട്ടൊരു സാഹചര്യം എന്നാണോ വിലയിരുത്തുന്നത്? അതെ, എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. നേരത്തെ UDFന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും. ഏറ്റവും അധികം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. ഇവരൊക്കെ വോട്ട് ചെയ്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത്. ഞാനും അതിന് അടിവരയിടുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ UDFിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിംഗ്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിംഗ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് മലബാറിൽ ഒന്നും കൂടി ഊർജിതമായിരിക്കും. മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജിതം, ഇന്നലത്തേക്കാൾ പ്രകടമാവും ഇവിടെ. അത് തന്നെയാണ് തങ്ങൾ പറഞ്ഞത്. അത് ഞാനതിന് അടിവരയിടുകയാണ്. അത് ഒരു ലക്ഷണമാണ്. അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടമാവും. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ അല്ല, ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് 10 കൊല്ലമായിട്ട് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം. അതിൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ. ഒന്ന് ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല. ഇന്ന് പോളിംഗ് നടക്കുന്നതിൽ 3 കോർപ്പറേഷൻ ഉൾപ്പെടുന്നുണ്ട്. മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ UDFന് പ്രതീക്ഷ കുറവില്ല. കോഴിക്കോട് ഉൾപ്പെടെ. UDFിനെതിരെ മുഖ്യമന്ത്രി അവസാന ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? അതെങ്ങനെയാണ്? ഒന്നും പ്രതിഫലിക്കൂല. ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്ന ജീവിതത്തിലുണ്ടായ വിഷമം 10 കൊല്ലമായിട്ട്. പിന്നെ ഈ
ശബരിമലയും ഇത് തന്നെയാണ് ഈ തവണ പ്രതിഫലിക്കാൻ പോകുന്നത്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ്. ബസ്സോ പറയുന്നത് നിങ്ങൾ പറയില്ല. തീർച്ചയായിട്ടും കേരളത്തിലെ തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളെ കാണുകയാണ്. ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പാലക്കാട് വോട്ട് രേഖപ്പെടുത്തി. സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണും. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ 13 ദിവസമായിട്ട് ഒളിവിലുള്ള MLA ഇന്നിപ്പോൾ വോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയൊക്കെ കേൾക്കുന്നത്. പാലക്കാടിലെ സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തുക. സ്ത്രീകളെ എത്രയേറെ ക്രൂരമായിട്ട് ദ്രോഹിച്ച ആ MLA സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളത്, UDF സ്വീകരിച്ചതെന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്.